പ്രിയ SSLC വിദ്യാർത്ഥികളെ, കോളേജ് ക്ലാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ വരുന്ന SSLC പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് വിഷയത്തിൽ അതിൻ്റെ പാഠഭാഗത്ത് വരുന്ന ഒരു ഗ്രാമർ ഭാഗമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ പാർട്ട് 1 ഒന്നാമത്തെ ബുക്കിലെ ഏകദേശം 71ാമത്തെ പേജിൽ വരുന്ന ഒരു ലെസൻ്റെ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറഞ്ഞ ലെസൻ്റെ ആക്ടിവിറ്റിയായി വരുന്ന ഒരു ഗ്രാമർ ഭാഗമാണ് ഇന്നിവിടെ എടുക്കുന്നത്. അതിൽ വരുന്നത് നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ്, അതുപോലെ തന്നെ പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഈ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് 4 മാർക്കിന് ചോദ്യം വന്നേക്കാം. അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ഉദ്ദേശിക്കാവുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിലെ ആക്ടിവിറ്റി ചെയ്യുക. അതിനു മുമ്പ് ഈ ലെസൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നും കൂടി ഇവിടെ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ആദ്യമായി നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ തന്നെ, സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ മെയിനായിട്ട് ചോദിക്കുന്നത് നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ്, അതുപോലെ തന്നെ പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഒരു ലോങ് സെൻറ്റൻസ് തന്നുകൊണ്ട് ഐഡൻറ്റിഫൈ ദ നൗൺ ഫ്രേസ്, ഐഡൻറ്റിഫൈ ദ വെർബ് ഫ്രേസ്, അതുപോലെ തന്നെ പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന ചോദ്യമാണ് നിങ്ങൾക്ക് സാധാരണയായി ചോദിച്ച് കാണുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് നൗൺ ഫ്രേസ്, എന്താണ് വെർബ് ഫ്രേസ്, അതുപോലെ തന്നെ പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കത് തന്ന നോട്ടിൻ്റെ ഇവിടെ കാണിക്കുന്ന സ്ക്രീനിൽ കാണിക്കുന്ന നോട്ട് അത് വായിച്ചങ്ങോട്ട് പോവുക. അത് അടിസ്ഥാന കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ ടെസ്റ്റിലെ പ്രോബ്ലം ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അവിടെ നോക്കൂ നോട്ട് കൊടുത്തത് നൗൺ ഫ്രേസ്. A noun phrase in English is a group of words that function as a noun in a sentence. It consists of a noun, the main word, and any modifier or determiner that describes or specifies the noun. അപ്പോൾ എന്താണ് ഫ്രേസ് എന്നുള്ളത് നമുക്കറിയാം. ഫ്രേസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് that work together as a unit but do not contain both the subject and a verb. ഫ്രേസ് എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഒരു സെൻറ്റൻസിൻ്റെ ഒരു ഭാഗം, സെൻറ്റൻസിൻ്റെ പാർട്ടാണ് ഫ്രേസ് എന്ന് പറയുന്നത്. അത് പൂർണ്ണമായും ആ ഫ്രേസിൽ ഒരു സബ്ജക്റ്റിൻ്റെ പൂർണ്ണഭാഗവും വെർബിൻ്റെ പൂർണ്ണഭാഗവും അതിനകത്ത് ഉണ്ടായിരിക്കില്ല. അത് ആദ്യമേ പറയാം, ഒരു സെൻറ്റൻസിൻ്റെ ഒരു ഭാഗമാണ് ഫ്രേസ് എന്ന് വരുന്നത്. ഇനി എങ്ങനെയാണ് നൗൺ ഫ്രേസ് എന്ന് നോക്കാം. നൗൺ ഫ്രേസ് എന്ന് പറയുമ്പോൾ നൗൺ എന്താണെന്ന് നമുക്കറിയണം. നമുക്കറിയാം നൗൺ ഈസ് ദി നെയിം ഓഫ് എ ഒബ്ജക്റ്റ് ഓർ എ തിങ് ഓർ എ കൺട്രി എന്നൊക്കെയാണ്. അപ്പോൾ അവിടെ ഇപ്പം നൗൺ ഫ്രേസ് എന്ന് പറയുമ്പം ഒരു കൂട്ടം വാക്കുകൾ ചേർന്നത്, നൗണിൻ്റെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു കൂട്ടം വാക്കുകൾ, നൗണിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന ഒരു കൂട്ടം വാക്കുകൾ, ആ ഒരു കൂട്ടം വാക്കുകളെ മൊത്തമാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നൗൺ സിംഗിൾ വേർഡാകാം, ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആകാം നൗണിൽ. അപ്പോൾ ഇവിടെ കാണുന്ന നോക്കൂ, എ നൗൺ ഫ്രേസ് ഇൻ ഇംഗ്ലീഷ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഫങ്ഷൻ ആസ് എ നൗൺ ഇൻ എ സെൻറ്റൻസ്. കണ്ടില്ലേ, ഒരു സെൻറ്റൻസിൽ നൗണിൻ്റെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു കൂട്ടം വാക്കുകളാണ് നൗൺ ഫ്രേസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നൗൺ. അത് ഒരു നൗണിൻ്റെ മെയിൻ വേർഡ് വരാം, അതിൻ്റെയോടൊപ്പം തന്നെ മോഡിഫയറും ഡിറ്റർമിനും വരാം. അപ്പോൾ മോഡിഫൈ ചെയ്യുന്ന വേർഡുകൾ എന്താണെന്ന് അറിയണം, അതുപോലെ തന്നെ ഡിറ്റർമിന വേർഡുകൾ എന്താണെന്ന് നമുക്കറിയണം. അപ്പോൾ കോമ്പണൻസ് ഓഫ് എ നൗൺ ഫ്രേസ് എന്ന് പറയുമ്പോൾ മെയിൻ നൗണ്, സെൻട്രൽ വേർഡ്, ഒരു കേന്ദ്ര വേർഡ് ഉണ്ടായിരിക്കും അതിനകത്ത്. പിന്നെ ഡിറ്റർമിനേഴ്സ് ഉണ്ടാകാം, എ എൻ ദി ദിസ് ദാറ്റ് പോലുള്ള ഡിറ്റർമിനേഴ്സ് വരാം. അതുപോലെ തന്നെ മോഡിഫയേഴ്സ് വരാം. മോഡിഫയേഴ്സ് സാധാരണ അഡ്ജക്റ്റീവ്, അതുപോലെ തന്നെ എണ്ണത്തെ നമ്പറിന് കൊടുക്കുന്ന വാക്കുകൾ മോഡിഫയർ ആയിട്ട് വരാം. പിന്നെ പ്രിപ്പോസിഷണൽ ഫ്രേസ് ആയിട്ട് വരാം. ദ ഫ്രേസസ് ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ പ്രിപ്പോസിഷൻ ആൻഡ് ആഡ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് നൗണിനെ കുറിച്ച് വിശദീകരിച്ച് പറയുന്ന പ്രിപ്പോസിഷണൽ ഗ്രൂപ്പും അതിൻ്റെ കൂടെ വരാം. അപ്പം നൗണിൻ്റെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു കൂട്ടം വാക്കുകളെ നൗൺ ഫ്രേസ് എന്ന് പറയുന്നു. അതുപോലെ അത് എക്സാമ്പിൾ കൊണ്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. നൗൺ ഫ്രേസിൻ്റെ കോമ്പണൻസ് നോക്കിയതിന് ശേഷം എക്സാമ്പിൾ നോക്കുക. ദ കാറ്റ്, അത് മെയിൻ നൗണ് കാറ്റാണ്. ദ
മോള് പറഞ്ഞ പോലത്തെ ഡിറ്റർമിൻ ദ കാറ്റാണ് അവിടെ നൗൺ ഫ്രേസ്. കാറ്റ് നൗൺ അവിടെ എക്സാമിന് ഹെഡ് വേർഡ് നൗൺ വേർഡ് എന്ന് ചോദിക്കുമ്പം കാറ്റും നൗൺ ഫ്രേസ് എന്ന് ചോദിക്കുമ്പം ദ കാറ്റുമാണ്. കാറ്റിനെ വിശേഷിപ്പിക്കുന്നതാണ് ദ കാറ്റ് എന്നുള്ള വേർഡ്. അപ്പോൾ അടുത്തത് ദ ബ്ലാക്ക് കാറ്റ് എന്ന് പറയുമ്പോൾ ആ കാറ്റിനെ തന്നെ വിശേഷിപ്പിക്കുകയാണ്. ബിഗ് ബ്ലാക്ക് എന്നുള്ള വിശേഷണമാണ്. അതുകൊണ്ട് തന്നെ ദ ബിഗ് ബ്ലാക്ക് കാറ്റാണ് നൗൺ ഫ്രേസ്. അപ്പം നോക്കുക, അത് അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് മെയിൻ നൗണ് കാറ്റ്, ഡിറ്റർമിനർ ദ ബിഗ് എന്നുള്ള വേർഡ്, മോഡിഫയർ ബിഗ് ബ്ലാക്ക് എന്നുള്ളത്. അതുപോലെ തന്നെ ദ ബുക്ക് ഓൺ ദി ടേബിൾ അത് നൗൺ ഫ്രേസാണ്. മെയിൻ നൗണ് ബുക്ക്, ഡിറ്റർമിനർ ദി, പ്രിപ്പോസിഷൻ ഫ്രേസ് ഓൺ ദി ടേബിൾ. അപ്പോൾ അതാണ് ഈ നൗൺ ഫ്രേസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയിപ്പം നോക്കുക, ഒന്നും കൂടി എക്സാമ്പിൾ വന്നിട്ടുണ്ട്. ദ വെരി ടോൾ മാൻ ഇൻ ദ റെഡ് സ്യൂട്ട്. അത് പൂർണ്ണമായിട്ടും ഒരു നൗൺ ഫ്രേസാണ്. ദ വെരി ടോൾ മാൻ ഇൻ ദ റെഡ് സ്യൂട്ട്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം ചുവപ്പ് ഡ്രസ്സ് സ്യൂട്ട് ധരിച്ച ഉയരമുള്ള ഒരാളാണ്. ഒറ്റ സബ്ജക്റ്റിനെ എല്ലാം കൊണ്ട് വിശേഷിപ്പിക്കുകയാണ്. അത് റെഡ് സ്യൂട്ട് ധരിച്ച ഉയരമുള്ള ഒരാൾ. അപ്പോൾ മെയിൻ നൗണ് മാനാണ്. മെയിൻ വേർഡ് ഹെഡ് വേർഡ് എന്ന് പറയുന്നത് നൗണാണ്. ഡിറ്റർമിനർ ദി ആണ്. മോഡിഫയർ വെരി ടോളാണ്. അതുപോലെ തന്നെ പ്രിപ്പോസിഷണൽ ഫ്രേസ് ഇൻ ദ റെഡ് സ്യൂട്ടാണ്. അപ്പോൾ നോക്കുക, ഇനി വെർബ് ഫ്രേസ് നോക്കിയോ. ഇനി അടുത്തത് വെർബ് ഫ്രേസ് പറയുന്നത് എ വെർബ് ഫ്രേസ് ഇൻ ഇംഗ്ലീഷ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് എ മെയിൻ വെർബ് ആൻഡ് ഇറ്റ്സ് ഓക്സിലറി വിച്ച് വർക്ക്സ് ടുഗദർ ടു എക്സ്പ്രസ് ദി ആൻ ആക്ഷൻ, സ്റ്റേറ്റ് ഓർ ഒക്കറൻസ്. അതായത് ഒരു വെർബിൻ്റെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു കൂട്ടം വാക്കുകളെയാണ് വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. നമുക്കറിയാം വെർബ് എന്ന് പറയുമ്പോൾ ആക്ഷൻ വേർഡ്സിനാണ് വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ വെർബ് അതിൻ്റെ ഹെൽപ്പിംഗ് വെർബോട് കൂടി വരുന്ന, അതുപോലെ തന്നെ ഹെൽപ്പിംഗ് വെർബോട് കൂടി വരുന്ന വെർബിനെയാണ് വെർബ് ഫ്രേസ് എന്ന് സാധാരണ വരിക. അപ്പോൾ നോക്കുക, വിച്ച് വർക്ക്സ് ടുഗദർ ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ, സ്റ്റേറ്റ് ആൻഡ് ഒക്കറൻസ്. ദി മെയിൻ വെർബ് ഈസ് ടിപ്പിക്കലി ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ് ഇൻ ദ വെർബ് ഫ്രേസ്. മെയിൻ വേർഡ് ആണ് ഇമ്പോർട്ടൻറ്റ് വെർബ് ഫ്രേസിലെ വേർഡ്. വൈൽ ദി ഓക്സിലറീസ് ഹെൽപ്പ് ദി പ്രൊവൈഡ് അഡീഷണൽ മീനിങ് സച്ച് എ ടെൻസ് ആൻഡ് മൂഡ് ആൻഡ് വോയിസ്. അതോടൊപ്പം വരുന്ന ഓക്സിലറി വെർബും സഹായക്രിയയും ഈ വെർബിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതും കൂടി വെർബ് ഫ്രേസിൽ ചേരും. സഹായക്രിയ അടക്കം ചേരുന്ന വെർബാണ് വെർബ് ഫ്രേസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എക്സാമ്പിൾ, ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് എന്നുള്ളത് ഈ നൗൺ ഫ്രേസ് ഷീ ആണെങ്കിൽ ഹാസ് ബീൻ സ്റ്റഡിയിങ് എന്നുള്ളതാണ് വെർബ് ഫ്രേസ്. നോക്കുക, മെയിൻ വെർബ് സ്റ്റഡി എന്നാണ്, ആക്സിലറി വെർബ് ഹാസ് ബീൻ ആണ്. അപ്പോൾ ഹാസ് ബീൻ ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ അത് മീനിങ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാസ് ബീൻ സ്റ്റഡിയിങ് ആണ് വെർബ് ഫ്രേസ് ചോദിച്ചാൽ ഹാസ് ബീൻ സ്റ്റഡിയിങ് എന്നാണ് വെർബ് ഫ്രേസ്. ഹാസ് ബീൻ സ്റ്റഡിയിങ് ആണ് വെർബിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന വേർഡ്. അതാണ് വെർബ് ഫ്രേസ് എന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നീട് വരുന്നത് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. എന്താണ് പ്രിപ്പോസിഷണൽ ഫ്രേസ്? എ പ്രിപ്പോസിഷണൽ ഫ്രേസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ബിഗിൻസ് വിത്ത് എ പ്രിപ്പോസിഷൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു പ്രിപ്പോസിഷനിൽ തുടങ്ങുന്ന ഫ്രേസാണ് പ്രിപ്പോസിഷണൽ ഫ്രേസ്. ആൻഡ് എൻഡ്സ് വിത്ത് എ നൗൺ. ഒരു നൗണിൽ അത് നൗൺ വേർഡ് ചേർന്നിട്ട് അവസാനിക്കും. ഓർ അല്ലെങ്കിൽ സർവനാമങ്ങൾ പ്രോനൗൺ ചേർന്നിട്ട് അവസാനിക്കും. ദാറ്റ് ആക്ട്സ് ആസ് ദി ഒബ്ജക്റ്റ് ഓഫ് ദി പ്രിപ്പോസിഷൻ. അപ്പോൾ നോക്കുക, എക്സാമ്പിൾ, ഇൻ ദ മോർണിംഗ് ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസാണ്. പ്രഭാതത്തിൽ, ഇൻ പ്രിപ്പോസിഷനാണ്, ഒബ്ജക്റ്റ് ഓഫ് ദി പ്രിപ്പോസിഷൻ ദ മോർണിംഗ്. ഇൻ ദ മോർണിംഗ്, ദ മോർണിംഗ് ആണ്, ഇൻ ദ മോർണിംഗ് ആണ് പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിപ്പോസിഷൻ നമുക്കറിയാലോ, ഗതിയെ കുറിക്കുന്ന വാക്കുകൾ അറ്റ്, ഇന്ന്, ഓണ്, ഫ്രം, എമങ് എന്നൊക്കെ വേർഡ് ചേർത്തുകൊണ്ട് വരുന്ന വേർഡുകൾ മിക്കവാറും പ്രിപ്പോസിഷണൽ ഫ്രേസ് ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സെൻറ്റൻസിൽ കൊടുക്കുകയാണെങ്കിൽ, സെൻറ്റൻസ് എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ ഹി ഷീ ഡാൻസ് ഇൻ ദ പാർക്ക്, റെഡ് കൊടുത്താണ് പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഷീ സാറ്റ് ഓൺ ദി ചെയർ, ദേ വാക്ക്ഡ് ത്രൂ ദ ഡോർ. ഇതാണ് ഈ നൗൺ ഫ്രേസും വെർബ് ഫ്രേസും പ്രിപ്പോസിഷൻ ഫ്രേസും എന്നാൽ 3 ടേമിൻ്റെ ബേസിക്കായ പോയിൻറ്റ്സ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ കരുതേണ്ടത്. ഇനി നമുക്ക് ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന എക്സസൈസ് നമുക്ക് ചെയ്താൽ കുറച്ചും കൂടി നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കും. നമുക്കതിനെ അടുത്ത ഇതിൻ്റെ എക്സസൈസിലേക്ക് പോകാം. നോക്കൂ, നിങ്ങളുടെ ബുക്ക് എടുത്താൽ പേജ് നമ്പർ 71 ആക്ടിവിറ്റി 4 അതിലേക്ക് നോക്കൂ. അപ്പോൾ നോക്കുക, read the sentence given below and identify the noun phrase and verb phrase in them. 1 is done for you. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ച് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ അടുത്ത പേജിൽ തന്നെ കാണുന്നുണ്ട്. ദ തോറാട്ട് നോഡഡ്. മിസ്റ്റർ തോറാട്ട് നോഡഡ്. ദിസ് പസിൽഡ് മീ. ഹി വാസ് എ സൗത്ത് ഇന്ത്യൻ. മിസ്റ്റർ തോറാട്ട് റീച്ച്ഡ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ. മിസ്റ്റർ തോറാട്ട്
എക്സാമ്പിൾ അതിൻ്റെ ആൻസർ കൊടുത്തതാണ്. ആൻസർ അടുത്ത പേജിൽ നിങ്ങൾക്ക് തന്നിട്ട് വായിച്ചു പോകാം. അപ്പോൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനിയിപ്പം ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സെൻറ്റൻസായിട്ട് അനലൈസ് ചെയ്യുന്നത്. ഒരു വി മൗണ്ടഡ് ദി ക്യാമറ ഓൺ ഇറ്റ്സ് ട്രൈപോഡ് കാണുന്നില്ലേ. അനലൈസ് ചെയ്താൽ വി സബ്ജക്റ്റ് വരുന്നു. അതുപോലെ തന്നെ മൗണ്ടഡ് ദ ക്യാമറ ഓൺ ദി ട്രൈപോഡ് വെർബ് ഫ്രേസ് വരുന്നു. അപ്പോൾ നൗൺ വി എന്നുള്ളത് നൗൺ ഫ്രേസ് സബ്ജക്റ്റാണ്. സബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ നിൽക്കുന്ന വാക്കുകളുടെ കൂട്ടമാണ് നൗൺ ഫ്രേസ് എന്ന് മനസ്സിലാക്കണം. സബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ നിൽക്കുന്ന വാക്കുകളുടെ കൂട്ടമാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഇവിടെ നൗൺ ഫ്രേസ് വി കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്നുള്ളതാണ് സബ്ജക്റ്റ്. വെർബ് മൗണ്ടഡ്, നൗൺ ഫ്രേസ് പ്രിപ്പോസിഷൻ ഫ്രേസ് ഓൺ ഇറ്റ്സ് ട്രൈപോഡ്, നൗൺ ഫ്രേസ് ദ ക്യാമറ. അപ്പോൾ നോക്കുക, ദ ക്യാമറ നൗൺ ഫ്രേസ്, വെർബ് മൗണ്ടഡ്, പ്രിപ്പോസിഷൻ ഫ്രേസ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ പിന്നെ വെർബ് അതുപോലെ തന്നെ നൗൺ ഫ്രേസ് പ്രിപ്പോസിഷൻ ഫ്രേസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആൻസർ ഷീറ്റിലേക്ക് പോയാൽ ഇത് കുറച്ചും കൂടി നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസറായിട്ട് ഇവിടെ കാണിച്ചിട്ട് നോക്കുക. ക്വസ്റ്റ്യൻ വായിച്ചറിയാം. മിസ്റ്റർ ടൊറാട്ട് നോഡഡ്, ദിസ് പസിൽഡ് മീ, ഹി വാസ് എ സൗത്ത് ഇന്ത്യൻ. അപ്പോൾ നോക്കൂ, മിസ്റ്റർ ടൊറാട്ട് ബ്രാക്കറ്റ് കൊടുക്കുക, നൗൺ ഫ്രേസ്. അതായത് നൗൺ ഫ്രേസ് അറിയാം, സബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ നിൽക്കുന്ന വസ്തുവോ വ്യക്തിയോ ഇമേജ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റോ ആണ് സബ്ജക്റ്റ്. അപ്പോൾ നോഡഡ് വെർബ് ഫ്രേസ്. അപ്പോൾ നോഡഡ് വെർബിനെ കാണിക്കുന്നു. വെർബ് ഫ്രേസ് സബ്ജക്റ്റിനെ, നൗൺ ഫ്രേസ് സബ്ജക്റ്റിനെ കാണിച്ചു. അടുത്തത് നൗൺ ഫ്രേസ് ദിസ് എന്നുള്ള നൗൺ ഫ്രേസ് വന്നു. പസിൽഡ് മീ വെർബ് ഫ്രേസ് വന്നു. വെർബിന് ശേഷം തുടർന്ന വാക്കുകളെല്ലാം ആ ഗ്രൂപ്പിൽ വരുന്ന വെർബ് ഫ്രേസായി വന്നു. ഹി നൗൺ ഫ്രേസ്, വാസ് എ സൗത്ത് ഇന്ത്യൻ വെർബ് ഫ്രേസ്. അപ്പോൾ വെർബ് ഫ്രേസ് പറഞ്ഞിട്ടുണ്ട്. സഹായക്രിയയോട് കൂടി ചേരുന്ന പിന്നെ ആ വാക്കുകളാണ് വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. മിസ്റ്റർ ടൊറാട്ട് നൗൺ ഫ്രേസ്, റീച്ച്ഡ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വെർബ് ഫ്രേസ്. അപ്പോൾ നൗ അനലൈസ് വെർബ് ഫ്രേസ് ഇൻ ദ ഫോളോയിങ്. ഇപ്പോൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വി മെറ്റ് ടു മീറ്റ് ദ മാനേജർ എന്നുള്ളത് ആൻസർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വെർബ് ഫ്രേസാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്നത്. വെൻറ്റ് എന്നുള്ളത് വെർബ് ഫ്രേസ് വന്നിട്ടുണ്ട്. വി വെൻറ്റ് ടു ദി മാനേജർ എന്നുള്ള വെൻറ്റ് എന്നുള്ള മാത്രം ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. നിങ്ങൾ മിസ്റ്റർ ടൊറാട്ട് റീച്ച്ഡ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗർ, വെർബ് ഫ്രേസ് ഇവിടെ റീച്ച്ഡ് എന്നാണ്. നെക്സ്റ്റ് വണ്, ദ ഷോപ്പ് കീപ്പർ ഗീവ്സ് അലി എ സ്മോൾ ബ്ലാക്ക് ബാഗ് ടു പുട്ട് പൊട്ടാറ്റോസ്. ഇവിടെ ഗിവ്സ് എന്നുള്ളതാണ് അവിടെ വെർബ് ഫ്രേസ്. പിന്നെ വരുന്നത് ഫോർത്ത് വൺ, ദ കേജ് ഓൺ ദ ലോറി വാസ് കവേർഡ്. അപ്പോൾ വാസ് കവേർഡ് എന്നുള്ളതാണ് വെർബ് ഫ്രേസ്. കാരണം സഹായക്രിയേൻ്റെ കൂടി, ക്രിയയുടെ മുമ്പിൽ സഹായക്രിയയും കൂടി വരുന്നുണ്ടെങ്കിൽ അതും കൂടി വെർബ് ഫ്രേസിൽ വരും. വാസ് കവേർഡ് എന്ന് വന്നിട്ടുണ്ട്. മിസ്റ്റർ ടൊറാട്ട് കോൾഡ് ഔട്ട് ടു ദി ടൈഗർ. അപ്പോൾ കോൾഡ് എന്നുള്ളതാണ് ഇതിൻ്റെ വെർബ് ഫ്രേസ്. അതുപോലെ തന്നെ ആറാമത്തെ, അതുപോലെ തന്നെ നോട്ടീസസ് വെയർ പ്ലേസ്ഡ് ഇൻ ദ പ്രസ് ഓൾ ഓവർ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. പ്ലേസ്ഡ് വെർബ് കാണിക്കുന്നത് പ്ലേസ്ഡ് എന്നാണെങ്കിലും അതിന് വെർബ് പ്ലേസ്ഡ് എന്ന് പറയുമ്പോൾ വെയർ പ്ലേസ്ഡ് എന്നാണ് വെർബ് ഫ്രേസായിട്ട് ഇവിടെ കാണിക്കേണ്ടത്. അതുപോലെ തന്നെ വി വെയർ വാച്ചിങ് ആണ് ഇവിടെ വെർബ് ഫ്രേസ്. വി എന്നുള്ളത് നൗൺ ഫ്രേസാണ്. അപ്പോൾ വെയർ വാച്ചിങ് ആണ് ഇവിടെ വെർബ് ഫ്രേസായിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടില്ല, പക്ഷേ ഒരു കോമൺ സെൻറ്റൻസ് പറഞ്ഞുകൊണ്ട് വെർബ് ഫ്രേസും നൗൺ ഫ്രേസും ഈ പ്രിപ്പോസിഷൻ ഫ്രേസും എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു സെൻറ്റൻസ് തന്നെ ഇതെങ്ങനെയാണ് നൗൺ ഫ്രേസ് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം, ഒരു സെൻറ്റൻസ് നിങ്ങൾ എഴുതിയെടുത്തോളൂ. ഡോഗ് ഈസ് സിറ്റിംഗ് ഇൻ ദ ചെയർ. അതുപോലെ തന്നെ ദ ഡോഗ് ഈസ് സിറ്റിംഗ് ഇൻ ദ ചെയർ. അതുപോലെ തന്നെ ദ യെല്ലോ ഡോഗ് ഈസ് സിറ്റിംഗ് ഇൻ ദ ചെയർ. അതുപോലെ തന്നെ ദ യെല്ലോ ഡോഗ് വിത്ത് ബ്രൗൺ ഐസ് ഈസ് സിറ്റിംഗ് ഇൻ ദ ചെയർ. അപ്പോൾ നോക്കുക, അവിടെ സബ്ജക്റ്റ് നൗൺ ഫ്രേസ് മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ സെൻറ്റൻസ് ഡോഗ് ഈസ് സിറ്റിംഗ് ഇൻ ദ ചെയറിൽ സബ്ജക്റ്റ് എന്താണ്? നൗൺ ഫ്രേസ് ഏതാണ്? ഡോഗ്. ഈ സിറ്റിംഗ് ഇൻ ദ ചെയർ മറ്റ് വെർബ് ഫ്രേസ് ആയിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ അടുത്ത സെൻറ്റൻസ് ദ ഡോഗ് ഈസ് സിറ്റിംഗ് ഇൻ ദ ചെയർ എന്ന് വരുമ്പം ദ ഡോഗ്
ആണ് അവിടെ നൗൺ ഫ്രേസ്. അതുപോലെ തന്നെ ദ യെല്ലോ ഡോഗ് ഈ സിറ്റിംഗ് ഇൻ ദ ചെയർ വരുമ്പം ദ യെല്ലോ ഡോഗ് ആണ് നൗൺ ഫ്രേസ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ദ വരുമ്പോൾ ഡിറ്റർമിനറാണ്. ഡിറ്റർമിനറൊക്കെ നൗൺ ഫ്രേസിനെ മോഡിഫൈ ചെയ്യുന്ന വാക്കുകളാണ്. അപ്പോൾ അടുത്തത് യെല്ലോ ഡോഗ് വിത്ത് ബ്രൗൺ ഐസ് ഈ സിറ്റിംഗ് ഇൻ ദ ചെയർ. ഇപ്പോൾ യെല്ലോ ഡോഗ് വിത്ത് ബ്രൗൺ ഐസ് അതാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ നിൽക്കുന്ന ഒരു കൂട്ടം വാക്കുകൾ. അതുകൊണ്ട് തന്നെ നൗൺ ഫ്രേസ് ദ യെല്ലോ ഡോഗ് വിത്ത് ബ്രൗൺ ഐസ് ആണ് അവിടെ നൗൺ ഫ്രേസ് എന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ നിൽക്കുന്ന സിംഗിൾ വേർഡ് ആകാം, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആകാം. അത് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനുശേഷം മാത്രമേ ഈ വെർബ് ഫ്രേസും അതുപോലെ തന്നെ പ്രിപ്പോസിഷണൽ ഫ്രേസും ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഒരു ലാസ്റ്റ് നിർത്തുന്നതിന് മുമ്പ് ഒരു സെൻറ്റൻസ് കൊടുത്തിട്ട് അതിൽ തന്നെ നൗൺ ഫ്രേസും വെർബ് ഫ്രേസും പ്രിപ്പോസിഷണൽ ഫ്രേസും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത് ഓർമ്മിക്കാൻ വേണ്ടിയെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. ഉദാഹരണത്തിന് വർക്കേഴ്സ് ആർ സസ്പെൻഡഡ് ഫ്രം ദി ഫാക്ടറി. വർക്കേഴ്സ് ആർ സസ്പെൻഡഡ് ഫ്രം ദി ഫാക്ടറി. ഇവിടെ വർക്കേഴ്സ് എന്നുള്ളത് നൗൺ ഫ്രേസ്, ആർ സസ്പെൻഡഡ് എന്നുള്ളത് വെർബ് ഫ്രേസ്, ഫ്രം ദി ഫാക്ടറി എന്നുള്ളത് പ്രിപ്പോസിഷണൽ ഫ്രേസ്. ആ ഒറ്റ സെൻറ്റൻസ് നിങ്ങൾ ആലോചിച്ചാൽ അങ്ങനത്തെ തരത്തിലുള്ള പ്രോബ്ലം ചെയ്യാവുന്നതാണ്. നോക്കുക, വർക്കേഴ്സ് ആർ സസ്പെൻഡഡ് ഫ്രം ദി ഫാക്ടറി. വർക്കേഴ്സ് എന്നുള്ളത് നൗൺ ഫ്രേസ്, ആർ സസ്പെൻഡഡ് എന്നുള്ളത് വെർബ് ഫ്രേസ്, ഫ്രം ദി ഫാക്ടറി എന്നുള്ളത് പ്രിപ്പോസിഷണൽ ഫ്രേസ്. അങ്ങനെ നിങ്ങൾക്ക് ഈ ഭാഗം നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാനുള്ളത് ഈ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി ഇത് ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എല്ലാ ആശംസയും നേരുന്നു. നമസ്കാരം. താങ്ക് യു.